ഹലോ ഹലോ. ഹായ് ഓൾ. നമ്മുടെ ഫസ്റ്റ് പി പി ടിയുടെ സെക്കൻഡ് വീഡിയോ ലെസണിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ബിൽഡിങ്സ്. ബിൽഡിങ്സ് എന്ന് പറഞ്ഞത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തണല് വേണം. ബേസിക്കലി നമുക്ക് തണല് തരുന്ന എന്തിനേയും നമുക്ക് ഒരു ഒരു പെർട്ടിക്കുലർ സ്പേസിൽ എനിക്ക് പ്രൈവസി ഉണ്ട്, എനിക്ക് സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, മഴയത്ത് നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, അതർ എക്സ്റ്റേണൽ സോഴ്സസിൽ നിന്ന് എനിക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന എന്തിനേയും എനിക്ക് സിംപ്ലി ഒരു ബിൽഡിംഗ് എന്ന് വിളിക്കാം. അതിപ്പോ ഒരു വീടാവാം, ഒരു ഫ്ലാറ്റ് ആവാം, എന്തോ ആയിക്കോട്ടെ. അപ്പോ സിംപ്ലി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എൻ എൻക്ലോസ്ഡ് സ്പേസ് ബൈ വാൾസ്, ഫ്ലോർസ് ആൻഡ് സീലിംഗ് കോൾഡ് റൂംസ്. കുറെ റൂമുകൾ നമുക്ക് അവിടെ ഉണ്ടാവുന്നു. ഷെൽട്ടർ ആണ് നമുക്ക് അവിടെ കൊടുക്കുന്നത്. അത് ഒരു റൂം ആണെങ്കിലും അത് 10 റൂം ആണെങ്കിലും അത് ബേസിക്കലി അത് ബിൽഡിംഗ് തന്നെയാണ്. പിന്നെ അതിന്റെ യൂട്ടിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അതിനെ വേറെ സബ് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോ any structure for whatsoever purpose and of whatsoever material constructed and every part thereof whether used as human habitation or not and includes foundation, plinth, wall, floor, roof, കുറയാ so ഇത് വളരെ പൊയറ്റിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ ഇതേപടി പഠിച്ച് പകർത്തൊന്നും വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ നിങ്ങൾ ഒരു ബിൽഡിങ്ങിനെ ഡിഫൈൻ ചെയ്യാം. നമുക്ക് അതിലല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഫസ്റ്റ് നമുക്ക് 2 കോഡുകളാണ് ബിൽഡിങ്ങിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷനിൽ നമുക്ക് പ്രധാനമായിട്ടും എടുത്ത് പറയാനുള്ളത്. ഒന്ന് NBC, നാഷണൽ ബിൽഡിംഗ് കോഡ്. 2016 ഇതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ. സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒന്ന് KMBR, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് 2019. അത് എക്സ്ക്ലൂസീവ്ലി കേരള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബേസിക്കലി ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്ക് ഈ KMBRനകത്ത് കേരളത്തിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ഞാൻ ഇവിടെ ഒക്കുപ്പൻസിയുടെ ബേസിസിൽ ഞാൻ ബിൽഡിങ്ങിനെ ഇത്രയുമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇത് NBC വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. KMBR വെച്ചിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഗ്രൂപ്പ് ഐയും കൂടെ അതിനകത്ത് കയറി വരും. അപ്പോ ഗ്രൂപ്പ് ABCDEFGHJ, ഇവിടെ ഐ എന്ന് പറയുന്ന ടേം നമുക്ക് HIJ ഇല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഗ്രൂപ്പ് A ആണ് റെസിഡൻഷ്യൽ. അത് ആ ഒരു ഓർഡർ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വേണം എക്സാമിന് എഴുതാൻ, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്താണ്? This shall includes any building in which sleeping accommodation is provided for normal residential purpose with or without cooking or dining. എനിക്കവിടെ കുക്കിംഗ് ഫെസിലിറ്റീസും ഡൈനിങ് ഫെസിലിറ്റീസും ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അവിടെ സ്ലീപ്പിംഗ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇതിനകത്ത് കുറെ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകണ്ട. ഒന്ന് ഫാമിലി പ്രൈവറ്റ് ഡ്വെല്ലിങ്സ്, ഫ്ലാറ്റ്, ഹോട്ടൽസ്, ഡോർമെട്രീസ്, ലോഡ്ജിങ് ഹൗസസ്, ഇതെല്ലാം റെസിഡൻഷ്യൽ ബിൽഡിംഗ് ക്ലാസിഫിക്കേഷനകത്ത് വരുന്നതാണ്. ഗ്രൂപ്പ് B, എഡ്യൂക്കേഷണൽ. They shall include any building for imparting education from nursery to school, college and other training institutions. സ്കൂള്, കോളേജ് മുതലായ ബിൽഡിങ്സ് ആണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിനകത്ത് വരുന്നത്. ഇവിടെ ഫെസിലിറ്റീസ് ലൈക്ക് ക്ലാസ് റൂംസ് ഉണ്ടാവും, സ്റ്റാഫ് ക്യാബിൻസ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, ലബോറട്ടറി, ഓഡിറ്റോറിയം, അങ്ങനെ സോ ആൻഡ് സോ കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയാം. ഒരു ക്ലാസ് റൂം എടുക്കുക, ഒരു എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിന്റെ. നിങ്ങളുടെ വീട്ടിന്റെ ലിവിംഗ് റൂം എടുക്കുക. നിങ്ങളുടെ വീട് റെസിഡൻഷ്യലിനകത്താണ് വരുന്നത്. നിങ്ങളുടെ ലിവിംഗ് റൂമിൽ മാക്സിമം എത്ര പേര് ഓൺ ആൻ ആവറേജ് ബേസിസ് നിൽക്കും? പ്രോബബ്ലി നിങ്ങളൊരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ, ഞാൻ റഫ്ലി ഒരു 4 or 5 ആൾക്കാർ വീട്ടിൽ നിങ്ങളുടെ ഉണ്ടാവും. അവരെല്ലാരും കൂടെ വന്ന് ലിവിംഗ് റൂമിൽ നിൽക്കുന്ന സാഹചര്യം വളരെ അപൂർവമാണ്. പക്ഷെ ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഒരു ക്ലാസ് റൂമിൽ ഒരു 10-40 പിള്ളേരും ഒരു ടീച്ചറും പെർമനന്റ് ബേസിസിൽ ഒരു ലോങ് ടൈം ഉണ്ടാവും. അപ്പോൾ നമുക്ക് സിംപിളി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലെ
ഫ്ലോറിലേക്ക് വരുന്ന പീപ്പിളിന്റെ വെയിറ്റ് വളരെ കുറവാണ് കമ്പയർഡ് ടു എൻ എഡ്യൂക്കേഷൻ ബിൽഡിംഗ്. അപ്പൊ ഞാൻ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കുറെ ലോഡ് വാല്യൂസ് ഉണ്ട്. അത് റെസിഡൻഷ്യൽ ബിൽഡിംഗിന് ഉള്ളതുപോലെ ആയിരിക്കില്ല ഒരു എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിന് ഉണ്ടായിരിക്കുക. പിന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ അത് ഒരു കോളേജ്, സ്കൂള് ആ ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. Buildings used for purpose such as medical or other treatment or care of person including infants so and correction detention. അതായത് എനിക്ക് മെഡിക്കൽ പർപ്പസിനോ അല്ലെങ്കിൽ പീപ്പിളിന്റെ കെയറിന് വേണ്ടി ലൈക്ക് ഓൾഡ് ഏജ് ഹോം പോലത്തുള്ള ബിൽഡിങ്സോ അല്ലെങ്കിൽ കറക്ഷൻ അതായത് പ്രിസൺ, ജയില്, അതുപോലെ തന്നെ മെന്റൽ ഹോസ്പിറ്റൽസ്, ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് നമ്മുടെ, ഇങ്ങനത്തെ ബിൽഡിങ്സ് ആണ് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിനകത്ത് വരുന്നത്. ഓരോ ബിൽഡിംഗ് പറയുമ്പോഴും അതിന്റെ എക്സാമ്പിൾസും കൂടെ വേണം എക്സാമിന് കോട്ട് ചെയ്യാൻ. പിന്നീട് അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിംഗ് പേര് തന്നെ ഉണ്ട്, നമുക്ക് പീപ്പിൾ ഗ്യാദറിങ്ങിനെ പ്രൊവിഷൻ ഉള്ള ബിൽഡിങ്സ്. ഇപ്പൊ ക്ലാസ് റൂം കൈൻഡ് ഓഫ് ആൻ അസംബ്ലി ആണ്, പക്ഷെ അതിനകത്ത് വേറെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എഡ്യൂക്കേഷൻ ബിൽഡിംഗ് അതിനകത്തേക്ക് പുഷ് ചെയ്യാൻ പറ്റില്ല. അസംബ്ലി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് അമ്പലം, പള്ളി പോലത്തുള്ള സ്ഥലങ്ങൾ, ഡാൻസ് ഹോൾസ്, പിന്നെ ക്ലബ് റൂംസ്, സിനിമാ തിയേറ്റർ, മ്യൂസിയം, ജിംനേഷ്യം, ഇതെല്ലാം ആളുകൾ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഒരു സ്ഥലത്ത് അസംബിൾ ചെയ്യുന്ന സ്ഥലങ്ങൾ. അങ്ങനെയുള്ള ബിൽഡിങ്സ് എക്സ്ക്ലൂസീവ്ലി അത് മാത്രമായിരിക്കും. ക്ലാസ് റൂം അവിടെ വരില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ അല്ല, ഇപ്പൊ സിനിമ തിയേറ്റർ ആണെങ്കിൽ നമ്മൾ സിനിമ കാണാൻ വരുന്നു, ജിം ആണെങ്കിൽ നമ്മളെല്ലാം ജിം അതിന് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്നു. അങ്ങനെയുള്ള ബിൽഡിങ്സിനെയാണ് നമ്മൾ അസംബ്ലി ബിൽഡിങ്സ് എന്ന് നമ്മൾ പറയാം. ബിസിനസ് ബിൽഡിംഗ്. These shall include any building or part of building which is used for transaction of business, for keeping of accounts, records and similar purpose. അപ്പോ ഇവിടെ എനിക്ക് ലൈബ്രറി, കോർട്ട് ഹൗസ്, ടൗൺ ഹാള്, ഇങ്ങനത്തെ ബിൽഡിങ്സ് ആണ് ഞാൻ ഇവിടെ കൊണ്ടുവരിക. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. അപ്പോ അതായത് ഇവിടെ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ആയിരിക്കും, ആർക്കൈവ്ഡ് ഫയൽസ് ആയിരിക്കും സൂക്ഷിക്കുക. അപ്പോ ഈ ടൈപ്പ് ബിൽഡിങ്ങിനെ നമ്മുടെ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനായിട്ടുള്ള എക്സ്ട്രാ പ്രിക്കോഷണറി മെഷേഴ്സ് ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു കോർട്ട് റൂമിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസസിന്റെ ഫയൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ്, അവിടെ നമുക്ക് ഒരു ഫയർ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു റോബറി സിറ്റുവേഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു നോർമൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിനോ നമ്മൾ കൊടുക്കുന്ന അടച്ചുറപ്പ് പോരാ ഇങ്ങനെ ബിൽഡിങ്സിന് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ നമ്മൾ കുറെ സ്പെഷ്യൽ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വന്നിട്ട് മെർഷൻഡൈൽ ബിൽഡിംഗ്. മെർഷൻഡൈൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കടകളൊക്കെ നമുക്ക് മെർഷൻഡൈൽ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഷോപ്പ്, സ്റ്റോഴ്സ്, ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോഴ്സ് ഒക്കെ നമുക്ക് ബിസിനസ് ആക്ടിവിറ്റി അവിടെ നമുക്ക് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള അത് ഈറ്റബിൾസ് ആയിരിക്കാം, നോൺ ഈറ്റബിൾസ് ആയിരിക്കാം, ഫർണിച്ചേഴ്സ് ആയിരിക്കാം, അതെല്ലാം നമുക്ക് മെർഷൻഡൈൽ ബിൽഡിംഗ് ക്ലാസിഫിക്കേഷനകത്ത് നമുക്ക് കൊണ്ടുവരാം. ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനകത്ത് നമുക്ക് ഈസിലി നമുക്ക് പറയാൻ പറ്റുന്നത് ഫാക്ടറീസ് ഒക്കെയാണ് വരുന്നത്. ഇവിടെ പ്ലാന്റ്സ്, ഫാക്ടറീസ്, ഡ്രൈ ക്ലീനിങ് യൂണിറ്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിനകത്ത് വരുന്നത്. അതിനകത്ത് കുറെ സബ് ക്ലാസിഫിക്കേഷൻ, ഈ ലോ ഹസാർഡ്, മീഡിയം ഹസാർഡ്, ഹൈ ഹസാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സബ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോ ഇത് ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്. പിന്നീട് വരുന്നത് സ്റ്റോറേജ് ബിൽഡിംഗ്. സ്റ്റോറേജ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ഈ ഗോഡൌൺസ് ഒക്കെ നമ്മൾ പറയുന്നത് സ്റ്റോറേജ് ബിൽഡിംഗ് ക്ലാസിഫിക്കേഷനിലാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ഷോപ്പിൽ തന്നെ ഇപ്പൊ ഒരു ലെറ്റ്സ് സേ ഒരു പ്രോഡക്റ്റ് കേരളത്തിലുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ കടകളിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ഫസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഗോഡൌൺ ഉണ്ടാവും. ആ ഗോഡൌണിലായിരിക്കും ഈ പ്രോഡക്റ്റ് ബൾക്കായിട്ട് കൊണ്ടുവരുന്നത്. എന്നിട്ടാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പല സ്ഥലങ്ങളിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് പല ഷോപ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പം ബേസിക്കലി ആ ഗോഡൌൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു മെർഷൻഡൈൽ ബിൽഡിംഗ് അല്ല. ഗോഡൌൺ എന്ന് പറയുന്നത് ഒരു സ്റ്റോറേജ് ബിൽഡിംഗ് ആണ്, വെയർ ഹൗസ്, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾസ്. പിന്നെ വരുന്നത് ഹസാർഡസ് ബിൽഡിങ്സ്. ഹസാർഡസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ബിൽഡിങ്ങിനകത്ത് ഡീൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പടക്കക്കട അല്ലെങ്കിൽ ഒരു ഫയർ ക്രാക്കർ, പടക്കക്കട പറയുന്നില്ല, ഫയർ ക്രാക്കർ മാനുഫാക്ചറിങ് യൂണിറ്റ്
ഇത് നമുക്ക് ഹസാഡസ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഹൈലി കമ്പഷബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്, അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെയുള്ള ബിൽഡിംഗ് എല്ലാം നമുക്ക് ഹസാഡസ് ക്ലാസിഫിക്കേഷനിലേക്ക് കൊണ്ടുവരാം. ഇതാണ് ഒക്കുപ്പൻസിയുടെ ബേസിസിലുള്ള ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ. ഇനി ഫയർ റെസിസ്റ്റൻസിന്റെ ബേസിസിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ടൈപ്പ് 1 തൊട്ട് ടൈപ്പ് 4 വരെയാണ്. വളരെ ഈസിയാണ്. ടൈപ്പ് 1 ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ 4 അവർ ഫയർ റെസിസ്റ്റൻസ് ഉണ്ടാവും. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ 3 അവർ. ടൈപ്പ് 3 എന്ന് പറയുമ്പോൾ 2 അവർ. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ അതും 2 അവർ ആണ്, പക്ഷെ 1 അവർ എന്നുള്ള രീതിയിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന ആ ഒരു ഹൈറാർക്കി കിട്ടാൻ അത്രയും അവേഴ്സ് ഫയർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള അബിലിറ്റി അവിടെ ആ ബിൽഡിങ്സിന് ഉണ്ടാവണം. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഹൈറ്റ്. ഹൈറ്റിന്റെ ബേസിസിൽ നമുക്ക് ലോ റൈസ് ബിൽഡിങ്ങും മീഡിയം ഹൈ റൈസ് ബിൽഡിംഗ് എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാം. ആക്ച്വലി മീഡിയം റൈസ് എന്ന് പറഞ്ഞൊരു സാധനവും കൂടിയുണ്ട്, നമുക്ക് സിലബസ് വേണ്ട. അപ്പോൾ ഹൈ റൈസ് എന്ന് പറഞ്ഞാൽ നല്ല പൊക്കം കൂടിയ ബിൽഡിംഗ്, ലോ റൈസ് എന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ ബിൽഡിംഗ്. അതാണ് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ. പക്ഷേ നമുക്കൊരു സ്പെസിഫിക് ഹൈറ്റ് ഉണ്ട്. NBC പ്രകാരം 15 മീറ്ററിന് മുകളിലോട്ടുള്ള ബിൽഡിംഗ് എല്ലാം ഹൈ റൈസും 15 മീറ്റർ താഴെ ഉള്ളതെല്ലാം ലോ റൈസും ആണ്. KMBR പ്രകാരം അത് 16 മീറ്റർ ആണ്. അപ്പോൾ നമ്മുടെ വീടൊക്കെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒക്കെ നമ്മുടെ ഫ്ലാറ്റ്സ് നമുക്ക് അത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ബിൽഡിംഗ്സ് എല്ലാം നമുക്കൊരു ലോ റൈസ് ബിൽഡിംഗ് എന്ന് പറയാം. എന്തിനാണ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഹൈ റൈസ് ബിൽഡിംഗിൽ വിൻഡിന്റെ ടർബുലൻസ് ഭയങ്കര സിഗ്നിഫിക്കന്റ് ആണ് കമ്പയർഡ് ടു ലോ റൈസ് ബിൽഡിംഗ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ലോഡ് ട്രാൻസ്ഫർ, ഇത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മൊഡ്യൂൾ 3 പഠിക്കുന്നുണ്ട്. ഫ്രെയിംഡ് ബിൽഡിങ്സും അതുപോലെ തന്നെ ലോഡ് ബെയറിംഗ് മേസണറി ബിൽഡിങ്സും അത് നമ്മൾ ഓൾറെഡി ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു ടാബുലർ കോളത്തിൽ പഠിച്ചത് കാരണം ഞാൻ അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ബേസ്ഡ് ഓൺ മെറ്റീരിയൽ യൂസ്ഡ്, എർത്തേൺ ബിൽഡിംഗ്, അവിടെ ടു ബി പ്രിസൈസ് നമ്മൾ ഒരു സ്റ്റിക്കി നേച്ചറിലുള്ള ബൈൻഡിങ് നേച്ചറിലുള്ള ക്ലേ പോലത്തുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. ടാച്ച്ഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഓല വെച്ചിട്ടുള്ള ഓല മടഞ്ഞിട്ടുള്ള റൂഫിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ബിൽഡിങ്ങിനെ നമ്മൾ ടാച്ച്ഡ് ബിൽഡിംഗ് എന്നാണ് പറയുന്നത്. വുഡൻ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വുഡ് വർക്ക് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മേസണറി ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അത് ബ്രിക്ക് മേസണറി ആയിരിക്കും പ്രൊഡോമിനന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ്. സ്റ്റീൽ ബിൽഡിംഗ് ഉണ്ട്, RCC ബിൽഡിംഗ് ഉണ്ട്. സ്റ്റീൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ആണ് നമ്മളിവിടെ, സ്ട്രക്ചർ സ്റ്റീൽസ് ആണ് യൂസ് ചെയ്യുന്നത്. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആണ് നമ്മളിവിടെ RCC ബിൽഡിംഗിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ. ഇനി സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയയുടെ ലെക്ചറിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ. അപ്പോൾ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് സൈറ്റ് സെലക്ഷൻ. സൈറ്റ് സെലക്ഷൻ ആസ് എൻ ഇമ്പോർട്ടന്റ് ബെയറിംഗ് ഓൺ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ് ഓഫ് ദ ബിൽഡിംഗ്. സൈറ്റ് സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു സൈറ്റ് നമ്മൾ എന്തിന് മേടിക്കുന്നു, നമ്മുടെ പർപ്പസ് എന്താണ്, എന്ത് തരം കൺസ്ട്രക്ഷൻ ആണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ ഒരു സൈറ്റ് നമ്മൾ കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ഥലം മേടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള സൈറ്റ് സെലക്ഷന്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് നമുക്ക് നോക്കാം. ഒരുപാട് പോയിന്റ്സ് ഇവിടെയുണ്ട്. ഒന്നാമത്തെ, സൈറ്റ് ഷുഡ് ബി ഫെയർലി ലെവൽ വിത്ത് ഗുഡ് ക്വാളിറ്റി ഓഫ് സോയിൽ. സൈറ്റ് നിരപ്പായിട്ടുള്ള ലാൻഡ് ആവുന്നതാണ് നല്ലത്. അല്ലാതെ താഴ്ചയും കുഴിയൊക്കെ ഉള്ള ലാൻഡ് ആണെങ്കിൽ ഇതെല്ലാം മണ്ണിട്ട് ലെവലാക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് കുറച്ചധികം ചെലവ് വരും കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് മുന്നേ. അപ്പൊ നിരപ്പ് ലാൻഡ് ആണ് എപ്പോഴും നല്ലത്. പിന്നെ ഗുഡ് ക്വാളിറ്റി സോയിൽ ആയിരിക്കണം. ഗുഡ് ക്വാളിറ്റി സോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലേ, ഓർഗാനിക് സോയില്, ബ്ലാക്ക് കോട്ടൺ സോയില് പോലത്തുള്ള സോയിൽസ് ഒന്നും പാടില്ല, പ്രിഫറബിൾ അല്ല. അതൊഴിച്ച് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോയിൽ നമുക്ക് ഓക്കെ. ബെസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയാനായിട്ട് ഒരുപാടുണ്ട്, പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ എല്ലാ ലാറ്ററൈറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു ഓപ്ഷൻ ഇല്ല. ദ ലൊക്കേഷൻ ഷുഡ് ബി കാം ബട്ട് റീസണബിളി ഡെവലപ്ഡ്. ലൊക്കേഷൻ അത്യാവശ്യം കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കണം. അത് റീസണബിളി ഡെവലപ്ഡും ആയിരിക്കണം. ഒന്നുമില്ലാതെ ഒരു കാട്ടിന്റെ ഇടയിൽ കൊണ്ട് വീട് വെച്ചിട്ട് കാം ആൻഡ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ഇറ്റ് ഷുഡ് ബി വെൽ കണക്റ്റഡ് വിത്ത് റോഡ് ആൻഡ് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്. റോഡുമായിട്ട് നല്ല കണക്ടിവിറ്റി വേണം. അതായത് റോഡ് സൈഡ് തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് റോഡിലേക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റണം. ബസ് സ്റ്റോപ്പ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് ആണെങ്കിൽ അത്, ഇതെല്ലാം അധികം ഡിസ്റ്റൻസ്, ചെറിയ ഡിസ്റ്റൻസിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം. വി ഷുഡ് ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്. നമ്മുടെ ഇന്റർനെറ്റ് കണക്ഷൻ, ടെലിഫോൺ കണക്ഷൻ, ഇലക്ട്രിസിറ്റി, വാട്ടർ കണക്ഷൻ, ഇതെല്ലാം പക്ക സ്മൂത്ത് ആയിരിക്കണം. ഇലക്ട്രിസിറ്റി, വാട്ടർ, സീവർ ലൈൻസ് എക്സെട്ര ഷുഡ് ബി അവൈലബിൾ. ഇറ്റ് ഷുഡ് ബി അവേ ഫ്രം ഹസാർഡസ് ഇൻഡസ്ട്രി. അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യാനില്ല. ഫ്ലഡ് പ്രോൺ ഏരിയാസ്, വാട്ടർ ലോക്ഡ് ഏരിയാസ് ഒക്കെ അവോയ്ഡ് ചെയ്യണം.
സൈറ്റിന് നാച്ചുറൽ ആയിട്ടുള്ള വെന്റിലേഷനും ലൈറ്റിംഗ് ഒക്കെ വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്കൊരു 4 ഫ്ലാറ്റ് അടുത്തടുത്തിരിക്കുവാണ്, അതിന്റെ നടുക്ക് ഇടയിൽ ഒരു റെസിഡൻഷ്യൽ വീട് ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് സൺലൈറ്റ് എന്ന് പറയുന്ന സാധനം ഒരു കാരണവശാലും എൻകൗണ്ടർ ചെയ്യില്ല, അല്ലെങ്കിൽ എത്തിപ്പെടില്ല. അത് പ്രോപ്പർ ലൈറ്റിംഗ് നമുക്ക് ഇല്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെയാണ് ഈ ലാസ്റ്റ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്യൂണിറ്റീസ് ലൈക്ക് സ്കൂൾ, റീക്രിയേഷൻ സെന്റർ, ഷോപ്പിംഗ് സെന്റർ, ഹോസ്പിറ്റൽ ഇതെല്ലാം അടുത്ത് വേണം. ക്വിക്ക് ഡ്രെയിനേജ് പ്രോപ്പർട്ടി വേണം, അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നമ്മുടെ സൈറ്റിൽ നിന്ന് പെട്ടെന്ന് ഒഴുകി പോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം. മേ ഹാവ് എ റെഗുലർ ഷേപ്പ് വിത്ത് സഫീഷ്യന്റ് ഫ്രണ്ടേജ്. ഒരു സഫീഷ്യന്റ് ഫ്രണ്ടേജ് ഉണ്ടാവണം. അതായത് ഒരു ഫ്രണ്ടേജ് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട്. നമ്മുടെ വീട് വെക്കുമ്പോൾ നമ്മുടെ വീട്ടിന്റെ ഡോറിൽ നിന്ന് നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിലെ മതിലിലേക്ക് 3 മീറ്റർ എങ്കിലും വേണം. വീട്ടിന്റെ രണ്ട് സൈഡിലെ ചുമരിൽ നിന്ന് 2 സൈഡിലെ മതിലിലേക്കും ഒരു 1.5 മീറ്റർ എങ്കിലും വേണം. വീട്ടിന്റെ ബാക്കിലും അതേപോലെ 3 മീറ്റർ വേണം, എസ്പെഷ്യലി ബാക്കിൽ റോഡ് ഉണ്ടെങ്കിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് മതിലിനോട് ചേർത്ത് വീട് വെക്കാനൊന്നും പറ്റില്ല. പിന്നെ ഏരിയ മസ്റ്റ് ബി സഫീഷ്യന്റ് ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ്. പ്ലേസ് പ്രോൺ ടു എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ എക്സെട്ര ഷുഡ് ബി അവോയ്ഡഡ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ പ്രധാനപ്പെട്ട സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്ങിലേക്ക് നമുക്ക് വരുമ്പോൾ കുറച്ച് വ്യത്യാസം വരുന്നത്, റോ മെറ്റീരിയൽസ് എല്ലാം എനിക്ക് പെട്ടെന്ന് നിയർ ബൈ ഏരിയാസ് നിന്ന് അവൈലബിൾ ആവണം. ഫ്യൂച്ചർ എക്സ്പാൻഷന് പോസിബിൾ ആയിരിക്കണം. വേസ്റ്റ് ഡിസ്പോസലിന് എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആ സൈറ്റോ ആ സൈറ്റിന്റെ വിസിനിറ്റിയിലോ എനിക്ക് എടുക്കാൻ പറ്റണം. There may not be any problem for laborers and laborers should be available from nearby area. Laborers എല്ലാം നമുക്ക് ഒരു ഇഷ്യൂ ആവാൻ പാടില്ല, എല്ലാം വളരെ ഈസിലി അവൈലബിൾ ആയിരിക്കണം. സ്യൂട്ടബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കണം നമ്മുടെ പർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് വേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ സൈറ്റ്. ഇതിപ്പോ ബിൽഡിംഗ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ എന്നുള്ളതൊക്കെ നമുക്ക് ഒരു കോമൺ ലോജിക്കൽ ആലോചിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ഇനി കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ്. കമ്പോണൻസ് ഓഫ് എ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് സൂപ്പർ സ്ട്രക്ചർ, മറ്റൊന്ന് സബ് സ്ട്രക്ചർ. ഇത് ബിൽഡിങ്ങിന് വേണ്ടി മാത്രമാണ്. സബ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മണ്ണിന് അടിയിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സബ് സ്ട്രക്ചർ എന്ന് പറയും. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുള്ളതെല്ലാം സൂപ്പർ സ്ട്രക്ചർ. അപ്പൊ സബ് സ്ട്രക്ചറിനകത്ത് നമുക്ക് ഫൗണ്ടേഷൻ മാത്രമേ പ്രധാനമായിട്ടും വരുന്നുള്ളൂ, ബാക്കിയെല്ലാം മണ്ണിന് മുകളിലേക്കാണ്. ഇത് ബ്രിഡ്ജസ് ഇങ്ങനെയല്ല, വ്യത്യാസമുണ്ട്. ബിൽഡിങ്ങിന്റെ മാത്രമാണ് ഈ ഒരു ഡെഫിനിഷൻ സബ് സ്ട്രക്ചറിനും സൂപ്പർ സ്ട്രക്ചറിനും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ബിൽഡിങ്ങിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കമ്പോണൻസ് നോക്കാം. പ്ലിന്ത്, വിൻഡോ, വാള്, പിയർ, സൺഷെയ്ഡ്, ബേസ്മെന്റ് ഫ്ലോർ, സോസോ എന്ന് പറയുന്ന കുറെ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഈ ഒരു പെർട്ടിക്കുലർ സ്കെച്ച് ഇത് പഠിച്ചേ പറ്റൂ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുവിധപ്പെട്ട എല്ലാ ടേംസും ഇതിനകത്ത് ഈ ഫിഗറിൽ കവർ ആവുന്ന ഒരുവിധപ്പെട്ട എല്ലാ ടേംസും എന്താന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. താഴെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഒന്ന് നമ്മുടെ ഫൗണ്ടേഷൻ ലെവൽ. നമ്മുടെ ഫൗണ്ടേഷൻ ഇതുവരെയാണ് വന്നിരിക്കുന്നത്. അത് ഡിപ്പെൻസ് ഓൺ സോ മെനി ഫാക്ടേഴ്സ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ്, ബിൽഡിങ്ങിന്റെ വിഡ്ത്ത്, നമ്മുടെ സോയില്, ഫൗണ്ടേഷൻ ടൈപ്പ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടാണ് മണ്ണിന് എത്ര അടിയിലേക്ക് എത്ര ഡെപ്തിലേക്ക് ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കുക. ഫൗണ്ടേഷൻ ലെവൽ ഇത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സിമെന്റ് കോൺക്രീറ്റിന്റെ, അതായത് പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റിന്റെ ഒരു ലെയർ നമ്മൾ ഇവിടെ ഇടും. അത് M5, M10 പോലത്തെ മിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് മുകളിലേക്ക് നമ്മൾ ഫൂട്ടിങ് വരും. ഫൂട്ടിങ് ഇതിപ്പോ സ്റ്റെപ്ഡ് ഫൂട്ടിങ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്ത് ഫൂട്ടിങ് വേണോ വരാം, അതിന് മുകളിലേക്ക് നമ്മുടെ ഫൂട്ടിങ് വരും. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ എന്ന് വിളിക്കും, ഈ അടിയിൽ വരുന്ന പോർഷന്. പിന്നെ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുന്നു. ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ വാള് കെട്ടി തുടങ്ങുമല്ല, നമ്മളൊരു പ്ലിന്ത് നമ്മൾ കൊടുക്കുവാണ്. ഒരു 45 to 60 സെന്റിമീറ്റർ നമ്മളൊരു റൈസ് കൊടുക്കുവാണ്. ഒരു പ്ലിന്ത് എന്ന് പറയും. അതിപ്പോ നമ്മൾ ചില ആലപ്പുഴയൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മീറ്ററിന് ഹൈറ്റ് ഉള്ള പ്ലിന്ത് കാണാൻ പറ്റും. കാരണം അവിടെ ഫ്ലഡ് വരാനുള്ള സാധ്യത പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പ്ലിന്തിന്റെ ഹൈറ്റ് കൂട്ടും, ഫ്ലഡ് വീട്ടിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരു സർട്ടൈൻ ഹൈറ്റിൽ യൂഷ്വലി നമ്മൾ പ്ലിന്ത് റൈസ് അല്ലെങ്കിൽ എടുക്കുന്നത് നമ്മൾ പാറയും അതുപോലെ തന്നെ മോർട്ടാർ മിക്സും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലിന്ത് ചെയ്തെടുക്കുന്നത്. പ്ലിന്ത് ബീംസ് നമ്മൾ അവിടെ ഫുള്ള് ചെയ്തെടുക്കും. അതാണ് ഈ പ്ലിന്ത് ലെവലിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫ്ലോറിംഗ് ലെവൽ കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലോറിംഗ്, അതായത് നമ്മൾ ഗ്രൗണ്ടിൽ നമ്മൾ മണ്ണിട്ട് പ്ലിന്ത്
ആക്ച്വലി ഒരു ബീമിന്റെ റൂമിന്റെ സ്പേസസ് തിരിക്കത്തേ ഉള്ളൂ. ഇവിടെ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി പ്ലിന്ത് എന്ന് പറയുന്നത്. അത് റൂമിന്റെ ഹോളോ സ്പേസസിൽ വോൾ എവിടെയൊക്കെ വരുന്നോ അവിടെയൊക്കെ, അല്ലെങ്കിൽ കോളം എവിടെയൊക്കെ വരുന്നോ അതിനെല്ലാം കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ പ്ലിന്ത് കൊടുക്കുക ഗ്രൗണ്ടിൽ നിന്ന്. അപ്പോ ഈ ഒരു ഹോളോ സ്പേസ് ഉണ്ടല്ലോ, ഈ ഹോളോ സ്പേസിനെ നമ്മൾ സാൻഡ് ഫില്ലിംഗ് ഇട്ട് നമ്മൾ ഈ സെയിം ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരും. അതാണ് ഈ എഴുതിയിരിക്കുന്ന സാൻഡ് ഫില്ലിംഗ്. ഇതൊക്കെ ഓരോ റൂമാണ്. റൂമിന്റെ ആ ഒരു സ്പേസിനെ നമ്മൾ സാൻഡ് ഫില്ല് ചെയ്ത് ആ ഒരു ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരും. ഇത് ആക്ച്വലി ഒരുപാട് ഫിഗേഴ്സും സ്കെച്ചസും എഴുതി വരച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോ ഇവിടെ സാൻഡ് ഫില്ലിംഗ് ഇട്ട് നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ ഒരു കോഴ്സ്, ഒരു പ്ലാസ്റ്ററിംഗ് കോഴ്സ് നമ്മൾ സിമെന്റ് കോൺക്രീറ്റ് വെച്ച് കൊടുത്ത് അതിനെ യൂണിഫോം ആക്കുന്നു. ഡാം പ്രൂഫ് കോഴ്സ് എന്ന് നമ്മൾ അതിനെ പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു. വാൾ കൺസ്ട്രക്ഷൻ ഡോറിന്റെ സെക്ഷൻ അല്ല കാണിച്ചിരിക്കുന്നത്. പിന്നെ വിൻഡോ വരുന്നു. വിൻഡോ വന്നിട്ട് വിൻഡോയ്ക്ക് നമ്മൾ സൺഷെയ്ഡ് കൊടുക്കും. സൺഷെയ്ഡ് എന്തിനു കൊടുക്കുന്നു? ഒന്ന്, സൺലൈറ്റിനെ ആംഗിൾ കട്ട് ചെയ്യാൻ വേണ്ടി, ഒരു പരിധി കൂടുതൽ സൺലൈറ്റ് റൂമിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി. രണ്ട്, വിൻഡോയിലെ വുഡ് വർക്ക് റെയിനിന് ഡയറക്ട്ലി എക്സ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ സൺഷെയ്ഡ് കൊടുക്കുന്നു. പിന്നെ എസ്തെറ്റിക്കലി സൺഷെയ്ഡ് ഉള്ള വീടും സൺഷെയ്ഡ് ഇല്ലാത്ത വീടും, മൊട്ടയടിച്ച ആളും മൊട്ടയടിക്കാത്ത ആളും എങ്ങനെ ഇരിക്കും എന്നുള്ള പോലത്തെ ഒരു വ്യത്യാസമുണ്ട് കാണാൻ. അതിന് മുകളിലേക്ക് വീണ്ടും ബ്രിക്ക് വർക്ക് ചെയ്യുന്നു. ബ്രിക്ക് വർക്ക് ചെയ്തിട്ട് നമ്മൾ റൂഫ് സ്ലാബിലേക്ക് വരുന്നു. റൂഫ് സ്ലാബ് നമ്മൾ അതിന്റെ മുകളിൽ ഒരു വെതറിംഗ് കോഴ്സ് നമ്മൾ ചെയ്യുന്നു. ഇവിടെ RCC ലിൻറ്റലും നമ്മളിവിടെ ഒരു ലിൻറ്റലും നമ്മൾ വിൻഡോയുടെ മുകളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ മുകളിൽ നമ്മൾ പാരപ്പറ്റ് വാൾ കൊടുക്കുന്നു. പാരപ്പറ്റ് വാള് ഏറ്റവും മുകളിൽ ഒരു കോപ്പിംഗ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറൽ ആയിട്ടുള്ള ഒരു എസ്തെറ്റിക് ഭംഗി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ടോപ്പ് കവറിംഗ് ആണ് കോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെക്ഷണൽ വ്യൂവിലേക്ക് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ വാള്, പിയർ, പിന്നെന്താ പാർട്ടീഷൻ, വെന്റിലേറ്റർ, ഡോറ്, നമ്മൾ പറയാത്ത കാര്യങ്ങൾ. ഒന്ന്, വാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയാം, ബ്രിക്ക് വാള്, അത് കോമ്പൗണ്ട് വാൾ ആവാം. പിയർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ വീട്ടിനകത്ത് നമ്മൾ അങ്ങനെ ഫ്രെയിംഡ് സ്ട്രക്ചർ നമ്മൾ കൊടുക്കാത്തതാണ്. നമ്മൾ മേസണറി സ്ട്രക്ചറിൽ നമ്മൾ ബ്രിക്ക് മേസണറിയിൽ നമ്മൾ വാളിന്റെ തിക്നെസ് കോളത്തിന് പകരം ബ്രിക്ക് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ ഒന്ന് ബൾക്ക് ചെയ്ത് ബ്രിക്ക് കൊടുക്കും. അതിനെയാണ് നമ്മൾ സിംപ്ലി പിയർ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടേം അല്ല, നമ്മൾ ബ്രിഡ്ജസിലും ഫ്ലൈ ഓവേഴ്സിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേം ആണ് പിയർ. പിന്നെ ലിൻറ്റൽസ്, ഫ്ലോറ്, റൂഫ്, പാരപ്പറ്റ്, വെന്റിലേറ്റർ ഒക്കെ നമ്മുടെ ഓപ്ഷണൽ ആയിട്ടുള്ള നമ്മുടെ പ്രൊവിഷൻസ് ആണ്. ബിൽഡിംഗ് ഫിനിഷസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈനലി നമ്മൾ ബ്രിക്ക് വർക്കിന്റെ മുകളിലേക്ക് നമ്മൾ പൂശുന്നതൊക്കെയാണ് ബിൽഡിംഗ് ഫിനിഷസ്. അതുപോലെ തന്നെ ഫ്ലോർ ലെവലിൽ നമ്മൾ പൂശുന്നത് പെയിന്റിംഗ് വർക്ക് അതിന്റെ മുകളിലേക്ക്, അതെല്ലാം ഫിനിഷിംഗ് വർക്ക്സ് എന്ന് പറയും. ഓക്കെ, ഇനി ഫൗണ്ടേഷൻ എന്താണ് നമ്മുടെ പർപ്പസ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന PPT നമ്മൾ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. പ്ലിന്തിന്റെ കാര്യവും അത് തന്നെയാണ്, ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യമാണ് ഡാം പ്രൂഫ് കോഴ്സ്. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. വാള്, പിയർ, ഈ കാണുന്നതാണ് ആക്ച്വലി ഈ ഒരു എക്സ്ട്രാ തിക്നെസ് കൊടുക്കുന്നത് നമ്മൾ പിയർ എന്ന് വിളിക്കും. ഇതാണ് ബേസിക്കലി ബ്രിഡ്ജിൽ വരുന്നത്. ഇതാണ് ശരിക്കും പിയർ. ശരിക്കും നമ്മൾ പിയർ എന്ന് പറയുന്നത് ബ്രിഡ്ജിലേക്ക് വരുമ്പോഴാണ്. ഈ കാണുന്ന സാധനമാണ് പിയർ. ഓക്കെ, ഡോറ്, വിൻഡോ, ഈ ഡോറിന്റെ ഈ ഫിഗർ പഠിക്കണ്ട കേട്ടോ. ഈ ഒരു ഫിഗർ, ഇതിന്റെ കമ്പോണൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ S3 സിവിലിലെ കാര്യങ്ങൾ. ബീമ്, ലിൻറ്റൽ, സൺഷെയ്ഡ്, റൂഫും സ്റ്റെയറും പാരപ്പറ്റും വെതറിംഗ് കോഴ്സും ഫിനിഷസ് ഓഫ് വാൾ. ഓക്കെ, അപ്പോ അത്രയാണ് ബിൽഡിങ്ങിന്റെ കമ്പോണൻസ് വരുന്നത്. ഇനി ബിൽഡിംഗ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് n നമ്പർ ഓഫ് റൂൾസ് ഉണ്ട്. അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആണ് ഞാനിവിടെ കോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, general rule: building should not be constructed on any plot where there is a deposit of refuse, excreta or other offensive matter. Waste dumping ഉള്ള, ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ ഉള്ള, കെമിക്കൽസ് അടങ്ങുന്ന ലാൻഡിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ബിൽഡിംഗ് ഷുഡ് നോട്ട് ബി കൺസ്ട്രക്ട് ഓൺ പ്ലോട്ട് വിച്ച് കൺസിസ്റ്റ് ഓഫ് ബിഗ് പിറ്റ് ഓർ ക്വാറി. വലിയ കുഴിയോ ക്വാറിയോ ഉള്ള സ്ഥലങ്ങളിലൊന്നും ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ബിൽഡിംഗ് ഷുഡ് നോട്ട് ബി കൺസ്ട്രക്ടഡ് ഓൺ പ്ലോട്ട് ലയബിൾ ടു ഫ്ലഡ് ഓർ നോർ സ്ലോപ്പ് ഫോമിംഗ് മോർ ദാൻ ആംഗിൾ ഓഫ് 45 ഡിഗ്രി. അതായത് 45 ഡിഗ്രി കൂടുതൽ സ്ലോപ്പ് ഉള്ള ലാൻഡ് ഉള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യാൻ പാടില്ല. ഫ്ലഡ്
ടെൻഡൻസി ഉള്ള സ്ഥലങ്ങൾ പ്രിഫർ ചെയ്യാൻ പാടില്ല. കോസ്റ്റൽ ഏരിയയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ ഇൻ എനി ഏരിയ നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് കോസ്റ്റൽ റെഗുലേഷൻ സോൺ റെസ്ട്രിക്റ്റഡ്. ബിൽഡിംഗ് ഷുഡ് നോട്ട് ബി കൺസ്ട്രക്റ്റഡ് വിത്തൗട്ട് എ മിനിമം ക്ലിയറൻസ് ഫ്രം ദ ഓവർ ഹെഡ് ഇലക്ട്രിക് സപ്ലൈ ലൈൻ. നിങ്ങൾക്ക് 11 kV ലൈൻസ് ഒക്കെ നിങ്ങൾ പോകുന്ന കാണാമെങ്കിൽ അതിന്റെ അടിയിലൊന്നും ആരും വീട് വെക്കുന്ന ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 11 kV ലൈൻസ് അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തുള്ള ഹെവി ഇലക്ട്രിക് ലൈൻസിന്റെ അടിയിലൊന്നും നമ്മുടെ വീട് വെക്കുന്നത്, അതായത് നമ്മുടെ വീട്ടിന്റെ മണ്ടയിലൂടെ ഒരു ഇലക്ട്രിക് ലൈനിന്റെ ഒരു നെറ്റ്വർക്ക് പോകാൻ പാടില്ല. പിന്നെ ജനറൽ ആയിട്ടുള്ള കുറച്ച് റൂളാണ്. ഫ്രണ്ടിലെ വാതിലിൽ നിന്ന് നമ്മുടെ ഗേറ്റിലേക്ക് 3 മീറ്ററെങ്കിലും ദൂരം വേണം. സൈഡ് വൈസ് ആണെങ്കിൽ 1.5 മീറ്ററെങ്കിലും ദൂരം വേണം. അതിനകത്ത് കുറച്ച് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് വെച്ച് കുറച്ച് അപ്ഡേഷൻ ഒക്കെ ഈ കാര്യങ്ങളിൽ വരും. ഹൈറ്റ് ബിറ്റ്വീൻ 10 meter and 25 meter, minimum open space shall be increased at a rate of 1 meter for every 3 meter rise in height. അതായത് 10 മീറ്റർ ആണ് എന്റെ ഹൈറ്റ് എങ്കിൽ എന്റെ ഫ്രണ്ട് യാർഡ് 3 മീറ്റർ വേണം. 13 മീറ്റർ ആണ് എന്റെ ഹൈറ്റ് എങ്കിൽ എന്റെ ഫ്രണ്ട് യാർഡ് 4 മീറ്റർ വേണം. 16 മീറ്റർ ആണ് എന്റെ ഹൈറ്റ് എങ്കിൽ എന്റെ ഫ്രണ്ട് യാർഡ് 5 മീറ്റർ വേണം. അങ്ങനെയാണ്. അങ്ങനത്തെ കുറച്ച് മോഡിഫൈഡ് സ്റ്റേറ്റ്മെന്റ്സും കൂടിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.75. ഒറ്റ റൂമിന്റെ ഹൈറ്റും 2.75 മീറ്ററിൽ താഴാൻ പാടില്ല. സൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 9.5 മീറ്റർ സ്ക്വയർ. ഒരു റൂമിന്റെ സൈസും 9.5 മീറ്റർ സ്ക്വയറിൽ താഴാൻ പാടില്ല. ഹൈറ്റ് ഓഫ് ദ കിച്ചണും അങ്ങനെ തന്നെയാണ് 2.75. ഏരിയ ഓഫ് ദ കിച്ചൺ 5.5 മീറ്റർ സ്ക്വയറിൽ കുറയാൻ പാടില്ല. മിനിമം വിഡ്ത്ത് ഓഫ് എ റൂം എന്ന് പറയുന്നത് 2.4 മീറ്റർ ആണ്. അതിനേക്കാൾ ചെറിയ വിഡ്ത്തുള്ള റൂം പ്രിഫർ ചെയ്യാൻ പാടില്ല. If kitchen is used as dining cum kitchen, area shall not be less than 9.5 meter square. കിച്ചണും ഡൈനിങ്ങും കൂടെ കോമൺ ആയിട്ട് വരുവാണെങ്കിൽ ഏരിയ 9.5 മീറ്റർ സ്ക്വയറിൽ കുറയാൻ പാടില്ല. കിച്ചന്റെ മിനിമം വിഡ്ത്ത് 1.8 ആണ്. ഹൈറ്റ് ഓഫ് ദ ബാത്റൂം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2.2. സൈസ് ഓഫ് ദ ബാത്റൂം 1.5 ക്രോസ് 1.2 മീറ്റർ എങ്കിലും ഉണ്ടാവണം, അല്ലെങ്കിൽ 1.8 മീറ്റർ സ്ക്വയറിൽ ഉണ്ടാവാതെ. ഇഫ് ബാത്റൂം ആൻഡ് വാട്ടർ ക്ലോസറ്റ് ആർ കമ്പൈൻഡ്, ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.8 മീറ്റർ സ്ക്വയർ. അതായത് നമുക്ക് ക്ലോസറ്റും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം അങ്ങനെയാണ്. കുളിക്കാൻ മാത്രം ഒരു സ്പേസ്, ക്ലോസറ്റിന് വേറൊരു ബാത്റൂം, അങ്ങനെയല്ല. അങ്ങനെ ഇപ്പൊ ആരും ചെയ്യാറില്ല, എല്ലാം കോമൺ ആണ്. അപ്പൊ അങ്ങനെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ 2.8 മീറ്റർ സ്ക്വയറിനേക്കാൾ കുറഞ്ഞ ഒരു ഏരിയ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഏരിയ റിലേറ്റഡ് ടേംസ് നമുക്ക് നോക്കാം. പ്ലോട്ട് ഏരിയ. ദ ഏരിയ ഇൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പ്ലോട്ട് ബൗണ്ടറി. നമ്മുടെ പ്ലോട്ട് ബൗണ്ടറിക്കകത്ത് വരുന്ന ഏരിയനെ നമ്മൾ പ്ലോട്ട് ഏരിയ എന്ന് വിളിക്കുന്നു. പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്ലിന്ത് ഒക്കുപ്പൈ ചെയ്യാൻ പോകുന്ന ആ ഒരു ഔട്ടർ ഏരിയനെയാണ് നമ്മൾ പ്ലിന്ത് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്ലിന്ത് റൈസ് നമ്മൾ എവിടെയെല്ലാം കൊടുക്കുന്നു അവിടെയെല്ലാം നമ്മൾ പ്ലിന്ത് ഏരിയയിൽ വരും. അപ്പോ പ്ലിന്ത് ഏരിയക്കകത്ത് നമുക്ക് ഇൻക്ലൂഡഡ് ആവാത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന് ബാൽക്കണി, കാൻഡിലിവർ, പ്രൊജക്ഷൻസ് ഒന്നും പ്ലിന്ത് ഏരിയയിൽ ഇൻക്ലൂഡഡ് ആവില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ പ്ലിന്ത് ഏരിയ. അതുപോലെ തന്നെ പിന്നെ വരുന്ന ടേം ആണ് ഫ്ലോർ ഏരിയ. ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ഇൻ ബിറ്റ്വീൻ വാൾസ് ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് ഇവിടെ നമ്മൾ എടുക്കില്ല, അല്ലാതെയുള്ള ഏരിയയാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ വരാന്തയും പാസേജസും എൻട്രൻസും കിച്ചണും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യും. പക്ഷെ ഡോറിന്റെ ഫ്രെയിം ഒക്കുപ്പൈ ചെയ്യുന്ന സ്പേസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലോർ ഏരിയയിൽ. കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലി കാർപ്പറ്റ് വിരിക്കാൻ പറ്റുന്ന ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് യൂസ്ഫുൾ ഏരിയ ഓർ ലിവബിൾ ഏരിയ. 50 to 60% ഓഫ് പ്ലിന്ത് ഏരിയ ആയിരിക്കും നമ്മുടെ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാർപ്പറ്റ് ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സർക്കുലേഷൻ ഏരിയ കാർപ്പറ്റ് ഏരിയയിൽ പെടത്തില്ല. അതായത് നമ്മുടെ സ്റ്റെയർ കേസ് വരുന്ന സ്ഥലം, ലിഫ്റ്റിന് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത്, എസ്കലേറ്റേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കാർപ്പറ്റ് ഏരിയയിൽ വരില്ല. ടോയ്ലറ്റ്സ്, ഇതൊന്നും കാർപ്പറ്റ് ഏരിയയിൽ വരില്ല. ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫ്ലോർ ഏരിയ ഓഫ് ദ ഫ്ലോർ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. അത് തമ്മിലുള്ള റേഷ്യോ ആണ് ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത്. യൂഷ്വലി 2.5 to 3 വരെയാണ് ഈ ഒരു വാല്യൂ ഒരു ഐഡിയൽ കേസ് സിനാരിയോയിൽ ഫ്ലോർ ഏരിയ റേഷ്യോ റേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. എല്ലാവർക്കും താങ്ക് യു.